ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തേങ്ങാപ്പാൽ ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ തേങ്ങാപ്പാൽ ചോറിൽ നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല, തേങ്ങാപ്പാൽ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നമുക്കിനി തേങ്ങാപ്പാൽ ചോറ് റെഡിയാക്കാം. ചോറ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുക. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 2 പീസ് കറുകപ്പട്ട, 3 ഏലക്കായ, 3 ഗ്രാമ്പു ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നല്ല ജീരകം, ഇനി 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. 2 സവാള സ്ലൈസ് ചെയ്തിട്ട് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക. സവാള നന്നായിട്ട് വഴറ്റിയെടുക്കേണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ബേ ലീഫ് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 3 കപ്പ് അരി ഇട്ട് കൊടുക്കണം. ഞാനിവിടെ ബർക്കത്തരിയാണ് എടുത്തിട്ടുള്ളത്. ഈ അരി 30 മിനിറ്റ് വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് നന്നായി ക്ലീൻ ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. 250 ml മെഷർമെന്റ് കപ്പിൽ 3 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. ഇനി റൈസ് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. റൈസ് ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കുകയാണെങ്കിൽ വെന്ത് കഴിഞ്ഞാൽ ചോറ് ഒട്ടി പിടിക്കില്ല. ഇപ്പോൾ അരി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 6 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ 250 ml മെഷർമെന്റ് കപ്പിൽ 6 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. അരി തിളക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെച്ച് പിന്നെ മീഡിയം ഫ്ലെയിമിലാക്കി അരി ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ റൈസ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി റൈസിന്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയിലയും നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങാപ്പാൽ ചോറ് റെഡി ആയിട്ടുണ്ട്. ബീഫ് കറിയുടെ കൂടെയും അതുപോലെ ചിക്കൻ കറിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്